കേന്ദ്ര സർക്കാരിനെയും ബജറ്റിനെയും പഴിച്ച് കത്തിക്കയറിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ചുട്ട മറുപടിയുമായി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദങ്ങളെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടക്കിക്കൊണ്ടാണ് വി മുരളീധരൻ വസ്തുതകൾ നിരത്തിയത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തോട് വിവേചനം കാട്ടിയെന്നും കേരളത്തെ തഴഞ്ഞു എന്ന ആക്ഷേപമാണ് മുഖ്യമന്ത്രി അടക്കം ഉന്നയിച്ചത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ കൃത്യമായ പദ്ധതികൾ നൽകിയപ്പോൾ കേരളം നൽകിയത് വളരെ കുറച്ചു കണക്കുകൾ മാത്രമാണെന്നാണ് ബജറ്റിൽ അവഗണിച്ചുവെന്ന ആരോപണത്തിന് വി മുരളീധരൻ നൽകിയ മറുപടി. കേരളത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്നാണ് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്. ഇന്ത്യയുടെ വൻ വികസനം ലക്ഷ്യമാക്കിയുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്നതാണ് അടിവരയിട്ട് പറയുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും ലക്ഷ്യമിട്ടുള്ളൊരു ബജറ്റായിരുന്നു. കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന് വേവലാതി പറയുമ്പോൾ ആലോചിക്കേണ്ടത് കേരളം എന്തൊക്കെ പദ്ധതികൾ അവതരിപ്പിച്ചു എന്നതാണ്. ബജറ്റിന് മുമ്പായി മറ്റ് സംസ്ഥാനങ്ങൾ കൃത്യമായ പദ്ധതികളുമായിട്ടാണ് കേന്ദ്ര ധനമന്ത്രിയെ സമീപിക്കുന്നത്. അതേസമയം കേരളം വളരെ കുറച്ചു കണക്കുകൾ മാത്രമാണ് നൽകിയത്. പരിധി വെട്ടിക്കുറച്ചു എന്ന സുപ്രീം കോടതി തള്ളിയ വാദം വീണ്ടും ധനമന്ത്രിയുടെ മുമ്പിലും അവതരിപ്പിക്കുകയായിരുന്നു. അതല്ലാതെ കേരളം എന്താണ് ചെയ്തത് എന്നാണ് വി മുരളീധരൻ ചോദിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി കേരളം വാചാലത കാട്ടുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന വസ്തുതയാണ്. നിരവധി ഉദാഹരണങ്ങൾ വി മുരളീധരൻ നിരത്തുകയും ചെയ്തു. തലസ്ഥാന നഗരിയായി അമരാവതിയെ മാറ്റാനുള്ള പ്രത്യേക പദ്ധതിയാണ് ആന്ധ്ര ആവശ്യപ്പെട്ടതെന്നാണ് വി മുരളീധരൻ പറഞ്ഞത്. കേരളം സമർപ്പിച്ച 24,000 കോടിയുടെ പദ്ധതികളിൽ പ്രത്യേക പദ്ധതിയായിട്ട് എടുത്തു കാണിച്ചത് വിഴിഞ്ഞം പദ്ധതിയാണ്. അതേപോലെ സിൽവർ ലൈൻ പദ്ധതി. ആ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള എതിർപ്പുകളും ഈ ഒരു അവസരത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. കേന്ദ്രത്തിനെതിരെയുള്ള കേരളത്തിന്റെ ആക്ഷേപം മറ്റൊരു ആക്ഷേപം എയിംസിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. എന്നാൽ എയിംസിനെ പറ്റി ബജറ്റിൽ പറഞ്ഞില്ല എന്ന് കരുതി അത് നടക്കില്ല എന്ന നിലപാടല്ല എടുക്കേണ്ടത്. അതേപോലെ തന്നെ എയിംസിനായുള്ള സ്ഥലം കൊടുക്കുന്നതിൽ സംസ്ഥാനം ചെയ്തത് എന്താണ് എന്നും വി മുരളീധരൻ ചോദിക്കുന്നുണ്ട്. എയിംസിന് വേണ്ടി കൃത്യമായ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള പ്രപ്പോസൽ സംസ്ഥാനം കൊടുത്തോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എയിംസിനായുള്ള സ്ഥലത്തെ പറ്റി കേരളം എന്ത് നീക്കങ്ങളാണ് നടത്തിയത് എന്നതാണ് ചോദിക്കുന്നത്. 4 സ്ഥലങ്ങൾ കണ്ടുവച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കേരളം ഉന്നയിച്ച മറ്റൊരു പരാതി ദുരന്ത നിവാരണ ഫണ്ടിനെ പറ്റിയാണ്. കേരളത്തിന് ഫണ്ട് അനുവദിക്കാതിരുന്നിട്ടില്ല എന്നും എന്നാൽ കേരളത്തിന് അനുവദിച്ച പണം പോലും ചിലവഴിക്കാത്ത സാഹചര്യമാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായത് എന്നുമാണ് വി മുരളീധരൻ പറഞ്ഞത്. ഇനി വിമർശനങ്ങൾ നോക്കുകയാണെങ്കിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല എന്നും വലിയ പ്രഖ്യാപനങ്ങളോ സാമ്പത്തിക പാക്കേജുകളോ ഇല്ല, ഈ വേനൽ ചൂടിൽ വലിയ നഷ്ടം നേരിട്ട കാർഷിക മേഖലയ്ക്ക് ആശ്വാസമില്ല, ബജറ്റ് പ്രസംഗത്തിൽ പോലും സംസ്ഥാനത്തെ പരാമർശിച്ചില്ല എന്ന തരത്തിലായിരുന്നു ആക്ഷേപം. കേരളത്തിൽ എയിംസ് എന്ന ദീർഘകാല സ്വപ്നം മരീചികയായി അവശേഷിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം പറഞ്ഞത്. കേരളത്തിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് വിജയം സംസ്ഥാനത്തിനായിട്ടുള്ള ബജറ്റ് വിഹിതത്തിൽ ഒരു മാറ്റത്തിനും വഴിയൊരുക്കിയില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം. എന്നാൽ ഇതിനെല്ലാം പൊളിച്ചൊടുക്കിക്കൊണ്ടാണ് വി മുരളീധരൻ ആഞ്ഞടിച്ചത്. തൊഴിലവസരങ്ങൾ അന്വേഷിച്ച് യുവാക്കൾ കേരളത്തിൽ നിന്ന് മറ്റ് ഇടങ്ങളിലേക്കും വിദേശത്തേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ സാഹചര്യം ഇല്ലാതാക്കാൻ ബജറ്റിലെ പദ്ധതികൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് വി മുരളീധരൻ മുന്നോട്ട് വെച്ച ആശയം. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണത്തിനും അദ്ദേഹം കൃത്യമായ മറുപടിയാണ് നൽകിയത്. വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിൽ നടത്തിയ പ്രഖ്യാപനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്നത് വിസ്മരിച്ചു. മുദ്രാ വായ്പയിലൂടെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കിയിട്ടുണ്ട്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായിട്ട് 100 കോടി രൂപയുടെ വായ്പാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച കാര്യവും വി മുരളീധരൻ പറയുന്നുണ്ട്. അപ്പോ കേന്ദ്ര ബജറ്റിനെ വിമർശിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു എന്നൊരു ബോധമുണ്ടാകണം എന്നതാണ് വി മുരളീധരൻ ചോദിക്കുന്നത്. കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ കൃത്യമായ മറുപടി ലഭിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആശയം. എന്തായാലും എന്തൊക്കെ കാര്യങ്ങൾ ഈ ബജറ്റിലൂടെ ഇന്ത്യക്ക് ലഭിക്കും, എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിനുണ്ടാകും എന്നുള്ളത്, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.